ഹായ് ഗൈസ്, ഞാൻ നിലവിൽ UK സ്കോട്ട്ലൻഡിൽ ഗ്ലാസ്ഗോയിൽ നിന്ന് ഏകദേശം 3.5 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്താൽ ഓബൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അവിടെ സീനിയർ ഷെഫ് ഡി പാർട്ടിയായിട്ട് ഇറ്റാലിയൻ ക്യൂസിൻ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളുടെ ഈ പ്രൊഫഷനിലുള്ള ഹോട്ടൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഷെഫ്മാർക്ക്, കുക്ക്മാർക്ക് അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട അവർക്കാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇങ്ങോട്ടൊക്കെ UK വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവരൊക്കെ ഷെഫൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി തുറന്നു കിട്ടുന്നതാണ്. അപ്പോൾ ഏകദേശം 2022 കൊറോണ കഴിഞ്ഞുള്ള കാലഘട്ടം മുതൽ ഞാൻ ഇതിനുവേണ്ടി ശ്രമിക്കുന്നതാണ്. ആ സമയത്ത് അപ്പോൾ UK ബ്രെക്സിറ്റ് ആയതിനു ശേഷമാണ് നമുക്ക് കൂടുതൽ ചാൻസ്, പ്രത്യേകിച്ച് ഏഷ്യൻസിന് ഇങ്ങോട്ടൊക്കെ വരാനുള്ള കൂടുതൽ ചാൻസുകൾ ഓപ്പണായി കിട്ടിയത്. അപ്പം മുതൽ ഞാനിങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ ഓരോരോ പ്രശ്നങ്ങളും മൂലം അതിങ്ങനെ തടസ്സപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ 2023 ഞാൻ സൗദിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് ഞാൻ UKVI എടുത്ത് റെഡിയാക്കി വെച്ചു. അങ്ങനെ അതിനുശേഷം ഞാൻ പല കൺസൾട്ടൻസികളിലും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. യൂട്യൂബിൽ സെർച്ച് ചെയ്തു, ഫേസ്ബുക്കിൽ നോക്കി. ഒരിടത്തും നമുക്ക് ഷെഫ്മാർക്ക് എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ നമുക്കിതിലേക്ക് ഈസി ആയിട്ട് വരാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്യണം എന്നൊന്നും ഒരിടത്തും കൂടുതൽ മെൻഷൻ ചെയ്യുന്നില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ സ്ട്രഗിൾ ചെയ്തതുപോലെ നിങ്ങൾ ബുദ്ധിമുട്ടാതെ തന്നെ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പം ഫസ്റ്റ് ആരൊക്കെ UK അല്ലെങ്കിൽ കാനഡയ്ക്കോ ഓസ്ട്രേലിയക്കോ എങ്ങോട്ടൊക്കെ ആയിക്കോട്ടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം IELTS അല്ലെങ്കിൽ UK UKVI റെഡിയാക്കി വയ്ക്കുക. എങ്കിൽ മാത്രമേ കൺസൾട്ടൻസികൾ നിങ്ങളെ പ്രിഫർ ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ IELTS എടുത്തതിന് ശേഷം പല കൺസൾട്ടൻസികൾ ദുബായിലുള്ളതും സൗദിയിലുള്ളതും അതുപോലെ കേരളത്തിലുള്ളത് വളരെ കുറച്ച് ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ. കാരണം അവരൊക്കെ നമ്മളുടെ ഒരു ഫാമിലിക്ക് വരാനുള്ള ചാർജൊക്കെയാണ് ഫീസായിട്ടൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്തു. പിന്നെ UK ബേസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസികൾക്കൊക്കെയാണ് ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ എനിക്ക് ജെന്യുവനായിട്ടുള്ള കൺസൾട്ടൻസികൾ കിട്ടിയത് എല്ലാം ലിങ്ക്ഡിനിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട 2 പ്രധാനപ്പെട്ട കാര്യമാണ് ലിങ്ക്ഡിനിൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക, അതുപോലെ തന്നെ IELTS റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് UK ജോബ് അല്ലെങ്കിൽ ഷെഫ് ജോബ്സ്, ഷെഫ് ഡി പാർട്ടി ജോബ്സ്, കൺസൾട്ടൻസീസ്, അങ്ങനെ നിങ്ങൾ ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് വളരെ ജെന്യുവനായിട്ടുള്ള UK ബേസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസികളുടെ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടും. അതുവഴി നിങ്ങളവരെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് IELTS ഉണ്ടെങ്കിൽ കൂടുതൽ അവർ നിങ്ങളെ പ്രിഫർ ചെയ്യും. അപ്പോൾ അത് റെഡിയാക്കി വെച്ചതിന് ശേഷം നിങ്ങളുടെ UK യൂറോപ്പാസ് CV റെഡിയാക്കുക. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗൂഗിളിൽ സെർച്ച് കഴിഞ്ഞാൽ യൂറോപ്പാസ് മെത്തേഡ് അല്ലെങ്കിൽ മോഡലൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അതിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് യൂറോപ്പാസ് CV ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയി കിട്ടുന്നതാണ്. അപ്പം അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം യൂറോപ്പാസ് CV റെഡിയാക്കി വയ്ക്കുക. UKVI UKVI റെഡിയാക്കുക, അല്ലെങ്കിൽ IELTS റെഡിയാക്കി വയ്ക്കുക. പിന്നെ ലിങ്ക്ഡിനിൽ മസ്റ്റായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ 2023 സൗദിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം 1.5 വർഷത്തോളം ലിങ്ക്ഡിനിലും ഇതിലും പലയിടത്തായിട്ടും ഇൻഡീഡിലും ഒക്കെ ആയിട്ട് ഡയറക്റ്റ് UKയിലുള്ള കൺസൾട്ടൻസികൾക്കും അല്ലാതെ എംപ്ലോയേഴ്സിനൊക്കെ ബയോഡേറ്റയൊക്കെ അയച്ചു കൊടുത്ത് അവിടെ നിന്നൊക്കെ തിരിച്ച് ബന്ധപ്പെട്ടിട്ടുമുണ്ട്. അവരുടെയൊക്കെ ഇപ്പം സ്പോൺസർഷിപ്പിൻ്റെ വിഷയങ്ങൾ കൊണ്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറിപ്പോയി. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ളത് കൺസൾട്ടൻസി വഴി മൂവ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഈസി ആയിരിക്കും. അവർക്ക് എംപ്ലോയേഴ്സുമായിട്ടുള്ള കോൺടാക്ട്സ് ഉണ്ട്. അതുവഴി നമുക്ക് ഈസി ആയിട്ട് ജോബ് കിട്ടും. പിന്നെ നമ്മളുടെ പ്രൊഫൈൽ മസ്റ്റായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 5 ഇയേഴ്സിന് മുകളിൽ 10 ഇയേഴ്സിൽ എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടായിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ സജസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതനുസരിച്ച് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ലാംഗ്വേജ് അത്യാവശ്യം ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിൽ തന്നെ
ഒരു ഇൻ്റർവ്യൂ ആയിരിക്കില്ല, ചിലപ്പോൾ കൺസൾട്ടൻസിയുടെ ഇൻ്റർവ്യൂ കാണും. അതിനുശേഷം അവർ സെലക്ട് ചെയ്തതിന് മാത്രമേ നമ്മളെ എംപ്ലോയറിലേക്ക് എത്തിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ നമുക്ക് അത്യാവശ്യം ഫ്ലുവൻസി ഇല്ലെങ്കിൽ അവർ നമ്മളെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അത് മസ്റ്റായിരിക്കണം. ലാംഗ്വേജ് അറിയില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറി അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒക്കെ നിങ്ങൾ അതും റെഡി ആവുക. നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലാംഗ്വേജ് അറിയില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് യൂട്യൂബിൽ കയറി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പഠിക്കുകയോ വാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ ട്യൂട്ടറെ വെച്ച് നിങ്ങൾ പഠിക്കുകയോ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ UKVAയും ഇതും എടുത്ത് വയ്ക്കുക. പിന്നെ ഞാൻ വന്ന കൺസൾട്ടൻസികൾ, ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്തത് വീര ഇൻ്റർനാഷണൽ, ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ പ്രൊഫഷനിലുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസിയാണ് വീര ഇൻ്റർനാഷണൽ. അപ്പോൾ അവരെ ജെന്യുവൻ കൺസൾട്ടൻസിയാണ്. വീര ഇൻ്റർനാഷണൽ അവർക്ക് UKയിലും ഉണ്ട്, ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ RSR ഗ്ലോബൽ എന്ന് പറയുന്നത് UKയിലെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസിയാണ്. അവർക്ക് ഓൾ ഇന്ത്യ വൈഡായിട്ട് അവർക്കിപ്പോൾ ഫ്രാഞ്ചൈസി ഉണ്ട്. നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പോൾ അതുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിലുമൊക്കെ അവർക്ക് ഫ്രാഞ്ചൈസി ഉണ്ട്. അപ്പോൾ അവരും നല്ല സർവീസാണ് തരുന്നത്. നിങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് UK ബേസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസികളെ പ്രിഫർ ചെയ്യുക. കേരളത്തിൽ നിന്നുള്ള ജസ്റ്റ് ലോക്കൽ കൺസൾട്ടൻസികളെ പ്രിഫർ ചെയ്താൽ ചിലപ്പോൾ ചീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ ചിലപ്പോൾ ജെന്യുവൻ ആണെങ്കിൽ പോലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് ഫോളോ അപ്പ് ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ UK ബേസ്ഡ് കൺസൾട്ടൻസികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നും അവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് എംപ്ലോയറുമായിട്ടുള്ള ഇഷ്യൂ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോബ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങോട്ട് മാറാനോ റിന്യൂ ചെയ്യാനോ ഒക്കെ വരുമ്പോൾ നമുക്ക് ബാക്കപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ UK ബേസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസികളെ മാത്രം, അല്ലെങ്കിൽ അത്ര ജെന്യുവനായിട്ടുള്ള ബാക്കപ്പ് കിട്ടുന്ന കൺസൾട്ടൻസികളെ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാനീ പറഞ്ഞ വീര ഇൻ്റർനാഷണൽ, RSR ഗ്ലോബൽ, പിന്നെ ഇത് രണ്ടുമല്ല, ഞാൻ വന്നത് ഗോൾഡ് സ്റ്റാർ ഷെഫ് എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസിയാണ്. അത് ലിങ്ക്ഡ്ഇനിൽ നിങ്ങൾക്ക് ഇവരുടെ എല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതെല്ലാം ജസ്റ്റ് പേര് സെർച്ച് ചെയ്താൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഗോൾഡ് സ്റ്റാർ ഷെഫിലാണ് ഞാൻ വന്നത്. അവർക്ക് സർവീസ് ചാർജ് ഏകദേശം 4000 പൗണ്ടോളം സർവീസ് ചാർജ് ഉണ്ട്. പക്ഷേ RSR ഗ്ലോബലിന് സർവീസ് ചാർജ് കുറവായിരിക്കും, വീര ഇൻ്റർനാഷണലിലും സർവീസ് ചാർജ് കുറവായിരിക്കും. അപ്പം അതനുസരിച്ച് സാമ്പത്തികം അനുസരിച്ച് പ്രിഫർ ചെയ്യുക. പക്ഷേ ഈ സർവീസ് ചാർജ് കുറവുള്ളവരിൽ നിന്ന് നമ്മളെ റിക്രൂട്ട് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ നമുക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മുടെ പുതിയ ബേസിക് സാലറി ബേസ് കൂടിയത് കൊണ്ട് തന്നെ, സാലറി ത്രഷോൾഡ് വന്നുകൊണ്ട് തന്നെ 29,750 ഇപ്പോഴത്തെ സ്പോൺസർഷിപ്പ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എത്രമാത്രം ഇപ്പം നമുക്ക് നാട്ടിൽ നിന്നും എടുക്കുമെന്നറിയില്ല. നേരത്തെ ഈ 2004 ഏപ്രിൽ മുമ്പ് വരെ അത് സാധിക്കുമായിരുന്നു. ആ ബാച്ചിലാണ് ഞങ്ങൾ വന്നത്. അപ്പം അത് നിങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒരു കാരണവശാലും UKVAയും സ്പോൺസർഷിപ്പും ഇല്ലാതെ ഒരാൾക്കും ഇങ്ങോട്ട് വരാൻ, സ്കിൽഡ് വർക്കർ വിസയിൽ വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഫേക്ക് ഇതിലും പോയി കൺസൾട്ടൻസിക്കും പോയി തലവെച്ച് കൊടുക്കരുത്. ഒരുപാട് പേര് ചീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കാത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ ചീറ്റ് ചെയ്യാനായിട്ട് നിന്ന് കൊടുക്കരുത്. ജസ്റ്റ് രജിസ്ട്രേഷൻ ഫീസ് എന്നും പറഞ്ഞ് 5,000, 10,000, ഇപ്പം ലക്ഷങ്ങളൊന്നുമല്ല ചോദിക്കുന്നത്, അതൊന്നും കിട്ടത്തില്ലെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ചെറിയ എമൗണ്ടുകൾ ചോദിച്ച് നമ്മളെ ചീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഇരിപ്പുണ്ട്. അവരുടെ കയ്യിലൊന്നും കൊണ്ട് തലവെച്ച് കൊടുക്കരുത്. നിങ്ങൾക്ക് ജെന്യുവിനെന്ന് തോന്നുന്ന കൺസൾട്ടൻസികളെ മാത്രം അപ്രോച്ച് ചെയ്യുക. ഞാനീ പറഞ്ഞ 3 കൺസൾട്ടൻസി, വീര ഇൻ്റർനാഷണൽ, RSR ഗ്ലോബൽ, ഗോൾഡൻ സ്റ്റാർ ഷെഫ്, ഇത് 3ഉം ജെന്യുവിനായിട്ടുള്ള കൺസൾട്ടൻസികളാണ്. അതുപോലെ കാൽവഴി എന്ന് പറയുന്ന UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസി ഉണ്ട്. അതുപോലെ ആൻസർ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് ഒരു കൺസൾട്ടൻസി ഉണ്ട്. ഇതെല്ലാം ഞാൻ അപ്രോച്ച് ചെയ്തതാണ്. അവരൊക്കെ എനിക്ക് ഇൻ്റർവ്യൂ തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും, ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും, ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയുമാണ് ഷെഫായിട്ട് അല്ലെങ്കിൽ കുക്കായിട്ട് സ്കിൽഡ് വർക്കർ വിസയിൽ UKയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഈ 5 കാര്യങ്ങൾ. UKVA റെഡിയാക്കി വെക്കുക, ലിങ്ക്ഡ്ഇനിൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക, ലാംഗ്വേജ് അത്യാവശ്യം ബേസിക് അറിയാവുന്നുണ്ടെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ട്യൂട്ടറെ വെച്ച് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ജെന്യുവിനായിട്ടുള്ള കൺസൾട്ടൻറ്റുകളെ സെലക്ട് ചെയ്ത് അവരിലൂടെ
വരാൻ ശ്രമിക്കുക. ഫ്രോഡുകളുടെ ഇടയിൽ പോയി വാക്ക് കേട്ട് അതിലൂടെ എളുപ്പ വഴിയിൽ വരാൻ ശ്രമിക്കരുത്. പിന്നെ ഫിനാൻഷ്യൽ എന്തായാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏകദേശം 8 ലക്ഷം രൂപയോളം, ഏകദേശം 4 ലക്ഷം രൂപ സർവീസ് ചാർജ് വന്നാൽ അതുകൂടാതെ ഒരു 5 ലക്ഷം രൂപയോളം നമുക്കിവിടെ വിസ ഫീസും സ്പോൺസർഷിപ്പും എല്ലാം കൂടെ IHS ഫീസ് എല്ലാം കൂടെ വേണ്ടി വരും. അപ്പം 8 ലക്ഷം രൂപയോളം എന്തായാലും ചിലവ് വരും. അതിനുള്ള വഴി റെഡിയാക്കി വെക്കുക. ഓഫർ ലെറ്റർ കിട്ടാതെ ഒരാൾക്കും രജിസ്ട്രേഷൻ എമൗണ്ട് കൊടുക്കാതിരിക്കുക. മസ്റ്റായിട്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും ഇൻ്റർവ്യൂ ഒന്നുമില്ല, ജസ്റ്റ് ഓഫർ ലെറ്റർ തരുന്നു, നിങ്ങളെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസിക്ക് നിങ്ങൾ തലവെച്ച് കൊടുക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഡീറ്റെയിൽസും ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണേൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്താലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.